ജീവിതത്തിന് ഒന്നുകിൽ പൂക്കളുടെ വെറുമൊരു കൂമ്പാരമായി തീരുവാനോ അല്ലെങ്കിൽ മനോഹരമായ ഒരു പൂമാലയായി പരിവർത്തനപ്പെടുവാനോ കഴിയും. ജീവിതത്തിലെ എല്ലാ പുഷ്പങ്ങളെയും ഒരുമേലേക്ക് കോർത്തിണക്കാൻ കഴിയുന്ന ഒരു ചരടായി തീരുക. അപ്പോൾ ജീവിതം നിങ്ങൾ അറിയാതെ തന്നെ ഒരു പൂമാലയായി പരിവർത്തനപ്പെടും. എല്ലാവരും മനോഹരങ്ങളായ ഓരോ പൂമാലകളായി ജീവിതത്തെ വർണ്ണങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഗാല സെന്റ് പോൾസ് സുവിശേഷ സേവികാ സംഘം അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ദൃശ്യവിരുന്ന്, സായാഹ്നത്തിലെ സ്വപ്നങ്ങൾ. ഇതെന്താ, 70ാം പിറന്നാളായിട്ട് സന്തോഷമൊന്നുമില്ലല്ലോ. നിങ്ങളെ കാണുമ്പോൾ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ തോന്നും. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുഖത്ത് തീരെ നിലാവില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. എന്തൊരവസ്ഥയല്ലേ. മക്കളും പേരക്കുട്ടികളുമായി മുറ്റത്തിരുന്ന് കടങ്കഥ പറയണം. കെട്ടിപ്പിടിച്ച് വീർപ്പ് മുട്ടിക്കുന്ന പേരക്കുട്ടികളുടെ ശ്വാസം കൊണ്ട് കുളിരണിയണം. എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രം. എന്തിനാ ഈ സതീ സമ്പ്രദായം നിർത്തലാക്കിയത്? അതുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചന്ദ്രേട്ടൻ്റെ ചിതയിൽ ചാടി മരിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് ലഭിച്ചേനെ. അതിനി ചന്ദ്രേട്ടൻ്റെ കൂടെ സ്വർഗത്തിലോ നരകത്തിലോ. അമ്മച്ചിമാരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? സന്തോഷമെന്ന് പറയുന്നത് നമ്മളത് കണ്ടെത്തേണ്ടതാണ്. അതൊരിക്കലും നമ്മളെ തേടി വരികയില്ല. ആരും സന്തോഷം കൊണ്ട് തരികയുമില്ല. നാം അത് സ്വയം കണ്ടെത്തണം. Children, we've visited many zoos and radio stations and various other tourist destinations. But today, we are going to some place different, and that's a suspense. ഇന്ന് സപ്തതി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പിറന്നാൾ സമ്മാനമായിട്ട് നമുക്കൊരു കേക്ക് മുറിക്കാം. എല്ലാവരും അടുത്ത് വന്നാട്ടെ. മുത്തശ്ശി, ഹാപ്പി ബർത്ത്ഡേ. എനിക്കും ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ വിട്ട് അങ്ങ് ഗുജറാത്തിൽ പോയി. എന്നും രാത്രിയിൽ എനിക്കു രാജാവിൻ്റെ കഥ പറഞ്ഞു തരുന്ന എൻ്റെ പൊന്നു മുത്തശ്ശി.
ഇന്നെൻ്റെ സപ്തതിയായിട്ട് കൊറിയറുകാരൻ കൊണ്ടുവരുന്ന പൂച്ചെണ്ടുകളും കേക്കും ആരുടെയൊക്കെയോ നെറുകയിൽ ചുംബിക്കാൻ വല്ലാത്തൊരു മോഹം, ആരുടെയൊക്കെയോ കൈപിടിച്ച് ഈ നെഞ്ചിടിപ്പിൻ്റെ വേഗത കേൾപ്പിക്കാൻ കൊതിയാകുന്നു ലക്ഷ്മി. അമ്മച്ചി, എനിക്ക് അമ്മച്ചിയെ ഒന്ന് ഹഗ് ചെയ്യണം. ഞാൻ കേട്ട മുത്തശ്ശി കഥയിലെ അതേ രൂപം, അതേ മുഖം. ഒരിക്കൽ എൻ്റെ ഇളയ മകൻ പനി കൂടി വിറങ്ങലിച്ച് നിന്നപ്പോൾ വണ്ടിയും വള്ളവും ഇല്ലാത്ത കോന്നിയിൽ പാതിരാത്രിയിൽ 6 കിലോമീറ്റർ അവനെയും കൊണ്ട് ഓടി ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക, ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അവൻ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറയുക, അമ്മയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടേന്ന്. എല്ലാ മക്കളും ഇങ്ങനെയാണോ മുത്തശ്ശി? ഞാനൊരു അധ്യാപികയായിരുന്നു. 100 കണക്കിന് കുട്ടികൾക്ക് പ്രകാശമായി തീർന്നു. മറ്റുള്ള കുട്ടികൾക്ക് അച്ചടക്കം പഠിപ്പിച്ചപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ അച്ചടക്കം പഠിപ്പിക്കാൻ മറന്നുപോയി. മക്കളെ, നമുക്കൊരു പാട്ട് പാടി ആഘോഷിക്കാം. കാത്തിരുന്നു. എൻ്റെ മുത്തേ, എൻ്റെ പൊന്നുമോളെ, നീ അന്വേഷിക്കുന്ന മുത്തശ്ശി ഞാനാണ് എൻ്റെ മോളെ. മോളെ, ഹലോ ഡാഡി, ഞാൻ എൻ്റെ മുത്തശ്ശിയെ കണ്ടു. വൈ ഡിഡ് യു ലൈ ടു മീ ഡാഡ്? ഷെയിം ഓൺ യു ഡാഡ്. എന്തിനാ എൻ്റെ മുത്തിനെ അടച്ചിട്ടിരിക്കുന്നത്? ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ. മക്കളെ, ഞാൻ ഇനി ഒരു സത്യം പറയാം. ഒരിക്കലും പറയണ്ട എന്ന് വിചാരിച്ച സത്യം.
മക്കളില്ലാതിരുന്ന എനിക്കും അവറാച്ചാലും ഫറോന പള്ളിയിലെ ഫാദർ ഡോമിനിക്ക് തന്ന മകനാണ് എൻ്റെ മകൻ ജെയിംസ്. അനാഥാലയത്തിലെ ഇരുണ്ട മുറിയിൽ നിന്നും പുതിയ മനുഷ്യനാക്കിയ തെറ്റ്, ആ ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ തെറ്റ്, അതിൻ്റെ വിലയാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ഈ അഭയകേന്ദ്രത്തിലെ ഏകാന്തത. എൻ്റെ പേരക്കുട്ടി വന്നപ്പോൾ എനിക്കെല്ലാം തിരിച്ചു കിട്ടി. മകനെ, നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുമരുത്. അത് എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ദുർബല